മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഭീഷണിയും വെല്ലുവിളിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കും കുടുംബത്തിനുമെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് നിനക്ക് താങ്ങില്ലെന്നും സന്ദേശത്തിലുണ്ട്. കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി വീട്ടിൽ വരുമെന്നുമാണ് ഭീഷണി. അതേസമയം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷിക്കും. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ ആദ്യ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് വിദേശത്തായിരുന്ന ഈ മൂന്നാം കേസിലെ പരാതിക്കാരി നാട്ടിലേക്ക് എത്തുന്നത്. രാഹുലിനെ കാണാനായാണ് നാട്ടിലെത്തിയത്. അങ്ങനെ അവർ പാലക്കാടെത്തി രാഹുലിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് അവഗണനയാണ് ഉണ്ടായത്. രാഹുലിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അതേ നിലപാട്. അങ്ങനെ ഇതിനെല്ലാം ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് ചോദിച്ച് തുടങ്ങിയ സംസാരമാണ് ഒടുവിൽ ഭീഷണിയിലേക്കും വെല്ലുവിളിയിലേക്കുമൊക്കെ പോകുന്ന തരത്തിലേക്ക് മാറിയത്. അതിൽ ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ്. കാരണം ഈ ഗർഭചിത്രം നടത്തേണ്ടി വന്നതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരു യുവതിയോടാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ പരാതിയുമായി മുമ്പോട്ട് പോയാൽ ഞാനത് താങ്ങും, പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ താങ്ങില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. അത് കഴിഞ്ഞ് കുടുംബത്തിന് കൂടി അതിൻ്റെ വില കൊടുക്കേണ്ടി വരും, ഞാൻ കുറേ ആളുകളുമായി വീട്ടിലെത്തും എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത് എന്ന് കൃത്യമായി തന്നെ ഈ ചാറ്റുകളിൽ വ്യക്തമാണ്. അതോടൊപ്പം എന്നെ ഇല്ലാതെ എനിക്കൊന്നും നോക്കാനില്ല എന്ന പരാമർശം ആ ചാറ്റിലുണ്ട്. കോടതിയിൽ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ, അതായത് കോടതി തനിക്ക് അനുകൂലമായ വിധി പറയൂ എന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ ഭീഷണിപ്പെടുത്താനുള്ളൊരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തെ കൂടി, അതായത് ഈ ഇരയായ യുവതിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ കൂടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല, അവരെ അടക്കം ഞാൻ കാണിച്ചു കൊടുക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമാണ് ഈ വാക്കുകളിൽ. അതായത് നീ പ്രസ് മീറ്റ് നടത്തിക്കോളൂ, ബാക്കി ഞാൻ കാണിച്ചു തരാം എന്ന് കൃത്യമായി ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇങ്ങനെയൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു യുവതി ഒരു തരത്തിലും ഇങ്ങനെയൊരു ഭീഷണി സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്വാധീനമുള്ള വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അവർ ഒരു തരത്തിലും ഒരു പരാതിയുമായി ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്കും എത്തില്ല. കാരണം ഈ വാക്കുകൾ കേട്ടാൽ ആരും പകച്ചു പോകും. അത്തരത്തിൽ പകച്ചു കഴിയുകയായിരുന്നു യുവതി. പക്ഷേ ആദ്യ 2 കേസുകളിൽ ഇരയാക്കപ്പെട്ട യുവതികൾ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുകയും അവരുമായി ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി സംസാരിക്കുകയും അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ നിന്നാണ് അവർ ധൈര്യം സംഭരിച്ച് പരാതിയുമായി മുമ്പോട്ട് വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അവർ SITക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ തിരുവല്ലയിൽ ഈ യുവതിയെ കൊണ്ട് മുറിയെടുപ്പിച്ച ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് രാഹുൽ BR എന്ന പേര് കൂടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യുവതിക്കൊപ്പം രാഹുൽ BR എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൂടി രജിസ്റ്ററിൽ അവിടെ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പ്രോസിക്യൂഷന് ഏറ്റവും വലിയൊരു തെളിവായി മാറാൻ പോകുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. അവരുടെ ടവർ ലൊക്കേഷൻ അടക്കം, ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിക്കാനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആ ബലത്തിലാണ് താൻ ഈ കേസിൽ നിന്ന് പുറത്തു വരുമെന്ന് രാഹുൽ വാദിക്കുന്നതെന്നും പോലീസ് കരുതുന്നു. അതായത് അത് കൃത്യമായി തന്നെ നമ്മൾ തമ്മിലൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന തരത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നാലെ രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് രാഹുലിൻ്റെ കൈവശമുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിലെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ രാഹുൽ തയ്യാറാകാതിരിക്കുന്നത്. അതേസമയം അത് സയന്റിഫിക് പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി ആ ഫോണിലെ രാഹുലിൻ്റെ രഹസ്യങ്ങൾ മറനീക്കും. അത് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്യും. അതിനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവല്ല കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ ഇന്ന് നീങ്ങുന്നത്. മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഭീഷണിയും വെല്ലുവിളിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു. അതേസമയം അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ്
തീരുമാനിക്കുന്നു. അയോഗ്യത ആവശ്യപ്പെട്ട LDF MLA-മാർ ഉടൻ പരാതി നൽകുമെന്നാണ് അറിയുന്നത്. അതിനിടെ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം പോലീസ് അറിയിച്ചു. ബലാത്സംഗ കുറ്റം ചുമത്തിയതും കേസ് വിവരവും കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യതാ നടപടിക്കുള്ള നീക്കം നിയമസഭ ആരംഭിച്ചിട്ടുണ്ട്. MLA-മാരിൽ നിന്ന് പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും. എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് വിടാനോ അല്ലെങ്കിൽ സ്പീക്കർക്ക് നേരിട്ട് ഈ നടപടികളിലേക്ക് കടക്കാനോ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അതിനുള്ള നീക്കം നിയമോപദേശം ഇന്നലെ തന്നെ സ്പീക്കറുടെ ഓഫീസും നിയമസഭാ സെക്രട്ടേറിയറ്റും തേടിയിരുന്നു. ഇടതുമുന്നണി എന്ന നിലയിലും ഒരുപക്ഷെ പരാതി നൽകിയേക്കും. നിയമസഭാ സമ്മേളനം 20-ന് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യതാ നീക്കവും ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അയോഗ്യത ഒരു MLA-ക്കും നേരിടേണ്ടി വന്നിട്ടില്ല. 2 തവണ എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ PC ജോർജിനെതിരെ ശാസന അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു MLA-ക്കെതിരെയും അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യരാക്കാൻ നടപടികളിലേക്ക് തന്നെ നിയമസഭ കടന്നാലും അത്ഭുതപ്പെടാനില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഹുൽ ജയിലിലാണെന്ന വിവരം അന്വേഷണ സംഘം രേഖാമൂലം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിയമസഭാ സെക്രട്ടേറിയറ്റും തുടർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലെ രാഹുലിന്റെ ആദ്യ ദിനം കഴിച്ചുകൂട്ടിയത് ഏകനായാണ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിൽ രാഹുലിനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുന്നത്. രാവിലെ അടൂരിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. അതിനുശേഷം വസ്ത്രവുമായി എത്തിയ ആളെ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തുതന്നെ ആയാലും ഇപ്പോൾ അവസാനം അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന സമയത്തും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ജയിലിൽ ഏകനായി കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മവിശ്വാസം ഒരിക്കലും താൻ കൈവിടുന്നില്ല, തിരിച്ചു വരുമെന്നൊക്കെ ഉള്ള ഒരു ശരീരഭാഷയിലായിരുന്നു ഇത്തവണയും ജയിലിലേക്ക് പോയത്. ജയിലിനുള്ളിലെ അവസ്ഥ എന്താണ്? രാഹുൽ ഇന്ന് രാവിലെ എത്തിയ അടൂരിൽ നിന്നുള്ള സുഹൃത്തിനെ, അതായത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ആളെ കാണാനായി വിസമ്മതിച്ചു എന്നുള്ളതാണ്. കാരണം രാവിലെ 10 മണിയോടുകൂടി ഇയാൾ എത്തിയപ്പോൾ ഇയാൾ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അനുവാദം തേടി. പക്ഷേ ജയിലിനകത്തേക്ക് കടത്തിവിടേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടു കൂടി രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് എത്തിക്കുമ്പോഴും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങൾക്ക് DYFI പ്രവർത്തകർ ചീമുട്ട ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഉന്തും തള്ളിലും പെട്ട വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വാഹനം ജയിലിനകത്തേക്ക് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. സാധാരണ പുറത്ത് ജീപ്പ് നിർത്തി ആളുകളെ നടത്തിക്കൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. പക്ഷേ ഇത് ജയിലിന്റെ വാതിൽ തുറന്ന വാഹനം അകത്തേക്ക് ഓടിച്ചു കയറ്റേണ്ട ഒരു സ്ഥിതിയായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാവേലിക്കര ജയിലിൽ 3-ാം നമ്പർ സെല്ലിലാണ് രാഹുൽ മാങ്കൂട്ടം MLA ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് നമുക്കറിയാം വളരെ അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് ആയിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ ഉണ്ടായത്. പാലക്കാട്ടെ ആ AC റൂമിൽ നിന്ന് പെട്ടെന്ന് സെല്ലിനകത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ ആ കാണുന്ന ഒരു ആത്മവിശ്വാസം, ആദ്യഘട്ടത്തിൽ കാണിച്ച ഒരു ആത്മവിശ്വാസം ജയിലിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ പ്രവർത്തകരെ കാണാൻ മടിച്ചതടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരമൊരു മാനസികാവസ്ഥയിലല്ല എന്ന് തന്നെ പറയാനാകും. അതിനുശേഷം, അതായത് രാവിലെ അടൂരിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ തയ്യാറായില്ല. അതിനുശേഷം വീടിനടുത്ത് നിന്നെത്തിയ സുഹൃത്തിനെ കാണാൻ അനുവദിച്ചു. അയാൾ വസ്ത്രവുമായാണ് എത്തിയത്. വസ്ത്രവുമായി എത്തി രാഹുലിന് ജയിലിനകത്ത് പോയി വസ്ത്രം കൊടുത്ത് മടങ്ങി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടും ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ സാധാരണഗതിയിൽ അവിടെ കൂട്ടത്തോടെ റിമാൻഡിലുള്ളവരെ ഒന്നിലധികം പേരെ ഒരു സെല്ലിൽ പാർപ്പിക്കാറുണ്ട്. പക്ഷേ നിലവിലത്തെ സുരക്ഷാ സാഹചര്യങ്ങളും MLA എന്നുള്ള പരിഗണനയും ഒക്കെ വെച്ചിട്ടാവണം ഒരു പക്ഷേ 3-ാം നമ്പർ സെല്ലിൽ ഒറ്റയ്ക്കാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത്. കാരണം മറ്റ് വലിയ പ്രതിഷേധങ്ങൾ രാഹുലുമായി ഇന്നലെ കടന്നു വന്ന ഘട്ടത്തിൽ തന്നെ പരിസര പ്രദേശങ്ങൾ, ജയിലുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3-ാം നമ്പർ സെല്ലിൽ ഒറ്റയ്ക്കാണ് രാഹുൽ ഉള്ളത്. ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിച്ചു, രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റ് അസ്വാരസ്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ജയിലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ശാന്തനായി അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ജയിൽ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരണ്യ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ നീക്കം അത് അപ്രതീക്ഷിതമായിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. ശബരിമലയിലേക്കൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത്. അത്തരത്തിൽ മാനസികമായി തയ്യാറെടുക്കാൻ ഒരു സമയം അയാൾക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷാദം ജയിലിനുള്ളിൽ ഉണ്ടാകും.
എത്ര ആത്മവിശ്വാസം കാണിച്ചാലും ജയിലിനകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു മാറ്റം ആർക്കാണെങ്കിലും ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജനപ്രതിനിധിയായി നിൽക്കുന്ന ആൾ, അയാൾ അകപ്പെട്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ വളരെ മോശം ഒരു സാഹചര്യത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അറസ്റ്റായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് AC റൂമിൽ നിന്നും ജയിലിലെ മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഇത് ആരാണേലും, എത്ര പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും ആരെയാണേലും അത് തകർക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. അതിന് ഓരോ ഘട്ടത്തിലും തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും അതിജീവിതമാരെ ഭീഷണിപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ അയാളുടെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും അത്തരമൊരു കാര്യങ്ങളിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായത്. ഉടുവസ്ത്രത്തിൽ ഇറങ്ങി വരേണ്ട സാഹചര്യമാണ് രാഹുലിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജയിലിൽ അയാളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിച്ച് നൽകിയിട്ടുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ സമരങ്ങളിലോ മറ്റും പങ്കെടുത്തുകൊണ്ടല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു മാനസിക നില, പക്ഷേ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ട്. അതിനോടൊന്നും അയാൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. സെല്ലിൽ മറ്റ് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നില്ല, അവിടെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ രാഹുലിനെ സംബന്ധിച്ച് ഇത് ഏറെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം തന്നെ ആയിരിക്കുമെന്ന് തന്നെ പറയാൻ കഴിയും. അശ്വതി. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പ്രതികരിച്ചത്. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും സതീശൻ ചോദിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോൾ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.